അടേ നേരം വെളുത്തിട്ട് ഒരു കാലപടയിലും കാണാനില്ല. ആർക്കിട്ടെങ്കിലും രണ്ടെണ്ണം കൊടുക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പൈസ കിട്ടണം. ചേട്ടോ നമസ്കാരം. ആരാ മനസ്സിലായില്ല? ഞാന് ദേശീയനെറ്റിലെ തമ്മിൽ തല്ല് പരിപാടി വരുവാ. ആരാ എന്നെ തല്ലുന്ന? അയ്യോ ചേട്ടനെ തല്ലൂന്നല്ല, പിന്നെ ഞാനൊന്ന് ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ. നീ ചെയ്യടാ, നീ ചെയ്തു നോക്ക്. നീ അയ്യോ ഞാൻ പറഞ്ഞ അഭിമുഖ സംഭാഷണം. ഓ അങ്ങനെയായിരുന്നാ? ചോദിച്ചു. ആകെപ്പെട്ട ചേട്ടന്റെ പേരെന്തെന്നാന്ന് പറഞ്ഞ? എന്റെ പേരാ സാഗർ ഏലിയാസ് ദാസൻ. സാഗർ ഏലിയാസ് ദാസൻ. ചേട്ടന്റെ പേര് കെ ദാസൻ എന്നല്ലേ ചേട്ടാ? ആ കെ ദാസന്റെ ആയിരുന്നു. കെ ദാസൻ എന്നൊക്കെ വല്ല പഞ്ചായത്ത് മെമ്പർമാർക്കും ഇടാ പേര്. ആ പേര് കേട്ടാ പേടിക്കൂല, അതുകൊണ്ട് ഞാൻ പേര് മാറ്റി. ഓ അപ്പൊ സാഗർ ഏലിയാസ് ദാസൻ. ദാസൻ ചേട്ടൻ ഈ നാട്ടിലൊരു വലിയ ദാതയാണ് എന്നാണ് നാട്ടുകാർ പറയണത്. അത് ശരി. മെയിൻ ആയിട്ട് കൊട്ടേഷൻ ആണ് പരിപാടി. കൊട്ടേഷൻ അല്ല ചേട്ടാ, എന്താ ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക്. എടാ ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാ ഞാനും എന്റെ 5-6 പിള്ളേരും കൂടി ആരെങ്കിലും സ്കെച്ച് ഇടും. സ്കെച്ച് ഇടുകേ? അതറിയാൻ പാടില്ല. ഇല്ല. എടാ സ്കെച്ച് ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി ഒരു പാക്കറ്റ് സ്കെച്ച് പേന മേടിക്കും. എന്നിട്ട് തല്ലാൻ പോണവന്റെ വീടിന്റെ വാതിലുള്ള വേലി, അവിടെ പൂക്കള്, പിന്നെ ഉദയസൂര്യനൊക്കെ വരച്ചു വെക്കും. എന്നിട്ട് നമ്മൾ തല്ലാനായിട്ട് അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും. ചെന്നിട്ട് അവിടെ കിടന്ന് മുട്ടൻ അടിയാണ്, അടിച്ച് താഴ്ത്തിടും. അത് ചേട്ടൻ അവനെ അടിച്ച് താഴ്ത്തിടും? ഞാനല്ല, അവരെല്ലാരും കൂടി എന്നെ അടിച്ച് താഴ്ത്തിടും. അങ്ങനെ. അപ്പൊ എന്റെ പിള്ളേരൊക്കെ കൂടി എന്നെ ഒരു വാരിക്കോട്ടെ ചുമന്നിട്ട് ഇങ്ങനെ ഓഹോയ് 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 എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകും. അതാണ് കൊട്ടേഷൻ.